ഹായ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലായ മല്ലു സോളോ ട്രിപ്പറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ദി മല്ലു സോളോ ട്രിപ്പർ. വളരെ പെട്ടെന്ന് എടുത്ത തീരുമാനത്തിന് പുറത്ത് ആരംഭിച്ച ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ ഒരു പ്ലാനിംഗ് ഇല്ലാത്ത എന്നാൽ തീർച്ചയായും ഒരു ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു യാത്രയാണിത്. ഡെസ്റ്റിനേഷൻ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിലേക്കാണ്. പക്ഷേ പ്ലാനിംഗ് ഇല്ല എന്ന് പറഞ്ഞത് മൂന്നാറിൽ എവിടെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള യാതൊരു ധാരണയും എനിക്ക് ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. മൂന്നാർ എത്തുന്നതിന് മുൻപായി കാണുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് ഇത്. സത്യത്തിൽ യാതൊരു എക്സൈറ്റ്മെൻറ്റും എനിക്ക് ഉണ്ടായിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ടായിരുന്നത് കേരളത്തിൻ്റെ തന്നെ ഏറ്റവും മികച്ച വെള്ളച്ചാട്ടമായ അതിരപ്പള്ളി വാട്ടർഫോൾസിലായിരുന്നു എന്നതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ ഒരുപാട് പേർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. 3 മണിക്കൂറിലധികം വരുന്ന ബൈക്ക് യാത്രയ്ക്കൊടുവിൽ മൂന്നാർ എത്തിയപ്പോൾ ആദ്യമായി ശ്രദ്ധയിൽപ്പെട്ട സ്ഥലം ഇരവികുളം നാഷണൽ പാർക്കാണ്. മൂന്നാറിൽ നിന്നും 17 കിലോമീറ്റർ അകലെയായി വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി ആരംഭിച്ച ദേശീയ ഉദ്യാനമാണ് ഇരവികുളം നാഷണൽ പാർക്ക്. മൂന്നാറിലേക്ക് പലകുറി യാത്ര നടത്തിയിട്ടുണ്ടെങ്കിലും 10 വർഷങ്ങൾക്ക് മുൻപ് ഒരു വട്ടമാണ് ഈ പാർക്ക് സന്ദർശനം നടത്തിയിട്ടുള്ളത്. പിന്നെ ഈ യാത്രയ്ക്ക് എനിക്ക് പേഴ്സണലായിട്ടുള്ളൊരു പ്രത്യേകത പറയാനുള്ളത്, ആദ്യമായിട്ടാണ് ഒരു സോളോ ബൈക്ക് റൈഡ് മൂന്നാറിലേക്ക് ചെയ്യുന്നത്. പാർക്കിലെ എൻട്രി ഫീസ് വരുന്നത് 200 റുപ്പീസാണ്. ഇതാണ് പാർക്കിലെ വെർച്വൽ എക്സ്പീരിയൻസ് സെൻറ്റർ. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ആയിരക്കണക്കിന് വനഭൂമികൾ പ്രകൃതി സംരക്ഷണം മുൻനിർത്തി സംരക്ഷിച്ചു പോരുന്നു. അതിൽ ഏകദേശം 1% ഭൂപ്രദേശമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്ന അനുമതിയുള്ള സ്ഥലം. ശേഷിക്കുന്ന 99% വരുന്ന പ്രകൃതിയിലെ മനോഹരമായ സ്ഥലങ്ങളും വന്യജീവികളെയും അടുത്ത് കാണാൻ ഈ ഒരു വെർച്വൽ എക്സ്പീരിയൻസ് നമ്മളെ സഹായിക്കും. ഇതിൻ്റെ ടിക്കറ്റ് ചാർജും എക്സ്ട്രയാണ്. ഈ കാണുന്നതാണ് ഓർക്കിഡോറിയം. വിവിധ തരത്തിലുള്ള ഓർക്കിഡുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 776 ജനസുകളിൽ 19,500 ഇനമുള്ള പൂക്കളോടുകൂടിയുള്ള സസ്യങ്ങളുടെ ഏറ്റവും വലിയ കുടുംബങ്ങളിലൊന്നാണ് ഓർക്കിഡിൻ്റേത്. ഉഷ്ണമേഖല കാടുകൾ, പാറമേടുകളുടെ തുറന്ന ചെരുവുകൾ, തീരം, മരുഭൂമിയുടെ അറ്റത്ത്, എന്തിനു പറയുന്നു, ആർട്ടിക് പ്രദേശങ്ങളിൽ പോലും ഓർക്കിഡുകൾ വളരുന്നു. 306 ജനസുകളും 8,266 ഇനങ്ങളുമുള്ള ഓർക്കിഡുകളുടെ എണ്ണത്തിൽ ഉഷ്ണമേഖല അമേരിക്ക 1ാം സ്ഥാനത്താണ്. 250 ജനസുകൾ താഴെയുള്ള 6,800 സ്പീഷ്യസ് ഉള്ള ഉഷ്ണമേഖല ഏഷ്യയാണ് തൊട്ടു പിന്നിൽ. 166 ജനസുകളിൽ 1,141 ഇനം ഓർക്കിഡുകൾ ഇന്ത്യയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ്, ഓർക്കിഡിൽ ഉണ്ടാവുന്ന പൂക്കൾ എവിടെ എന്നുള്ളത്. ആ ഒരു സംശയം എനിക്കും ഉണ്ട്. പക്ഷേ ആ സംശയ നിവാരണം നടത്താൻ ഇവിടെ സ്റ്റാഫുകളെ ആരെയും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഉത്തരവും എൻ്റെ കയ്യിലില്ല. ഈ സ്പോട്ടിൽ നിന്നുമാണ് രാജമലയുടെ അടുത്തേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഇവരുടെ തന്നെ ഒരു ബസ് സർവീസിലാണ് നമ്മുടെ യാത്ര ആരംഭിക്കുക. പ്രൈവറ്റ് വാഹനങ്ങൾ ഒന്നും അങ്ങോട്ട് പ്രവേശനമില്ല. കംപ്ലീറ്റ്ലി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥലം കൂടിയാണ് ഇത്. ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ സമയമെടുക്കുന്ന ഒരു യാത്രയാണ്. പക്ഷേ നമുക്ക് ഒട്ടും ബോറടിക്കില്ല. അതിനുള്ള കാരണം, നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിൽ ബസ്സിന് പുറത്തേക്ക് എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ നമ്മൾക്ക് കാണാൻ കഴിയും. നല്ല പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളും മഞ്ഞു പുതച്ച മലനിരകളും, അതിലുപരി നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു സുഖമുള്ള തണുപ്പും. ഒരു പരിധിവരെ ഞാൻ കാണുന്ന കാഴ്ചകൾ എനിക്ക് നിങ്ങളെ കാണിക്കാനാവും. പക്ഷേ അനുഭവിക്കുന്ന ഫീൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരേണ്ടി വരും. ഇപ്പോൾ നമ്മൾ പോകുന്ന മലയുടെ ഏകദേശം പകുതിയിൽ താഴെയായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അവിടെ വരെയാണ് ബസ് പോകുന്നത്.
അവിടെ ഒരു കഫറ്റീരിയ, ഫുഡ് കോർട്ട് സൗകര്യവും ടോയ്ലറ്റ് സൗകര്യവും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അവിടെ നിന്നും മുകളിലേക്ക് നമ്മൾ നടന്ന് കയറേണ്ടതാണ്. പേയ്മെൻറ്റിലൂടെ ഇലക്ട്രിക് വെഹിക്കിൾ, അതായത് ബാറ്ററി വെഹിക്കിൾ നമുക്ക് അവിടെ അവൈലബിൾ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നടന്ന് കയറി കാണുന്ന കാഴ്ചയുടെ ഒരു ഭംഗി ബാറ്ററി വെഹിക്കിളിൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഒരു ദൂരം കാൽക്കുലേറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല, എങ്കിലും ഒരു 3 കിലോമീറ്റർ ദൂരം മുകളിലേക്ക് നടക്കാനുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. വലിയൊരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ പ്രായം, ആരോഗ്യം ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം നടന്നു കയറുന്നത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനി ഒരു പ്രധാന അറിയിപ്പ്: വരയാടുകളെ കാണാൻ വേണ്ടി ഈ വീഡിയോ ആരും തുടർന്ന് കാണേണ്ട. കാരണം ഒരു പേരിന് പോലും ഒരൊറ്റ വരയാടിനെ ഈ യാത്രയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുകൊണ്ട് പറയുന്നതല്ല, വരയാട് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയുക എന്നത് ഒരു ബോണസായി മാത്രം കണ്ടാൽ മതി. കാരണം അത്രമാത്രം മനോഹരമായ പ്രകൃതിയുടെ കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ നിൽക്കുന്നതിൻ്റെ 360 ഡിഗ്രിയിൽ എങ്ങോട്ട് നോക്കിയാലും പ്രകൃതി നമ്മളെ കൊതിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്. ശരിക്കും നേരിട്ട് കാണുന്ന കാഴ്ച എത്രത്തോളം കാഴ്ചക്കാരെ വീഡിയോയിലൂടെ കാണിക്കാൻ കഴിയും എന്നത് ഒരു ടാസ്ക്കാണ്. കാരണം വലിയ ക്യാമറകളോ ലെൻസുകളോ വെച്ച് ഷൂട്ട് ചെയ്യുന്നതല്ല എന്നുള്ളതാണ്. മുൻപ് പറഞ്ഞ പോലെ എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ കാഴ്ചകൾ പകർത്തുന്നത്. എന്തൊക്കെ പറഞ്ഞാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. മഞ്ഞും മലനിരകളും പച്ചപ്പും ഒക്കെ ഒത്തുകൂടുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ഇനി നമ്മൾ മുകളിലേക്ക് കയറും തോറും ആ ബ്യൂട്ടി കൂടുകയേ ഉള്ളൂ. അതാണ് ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. മൂന്നാർ ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ഹണിമൂൺ സ്പോട്ടായാണ് അറിയപ്പെടുന്നത്. അതിനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ സോളോ ട്രിപ്പായി വരാനും മൂന്നാർ അടിപൊളിയാണ്. മുൻപ് മൂന്നാറിൽ വന്നിട്ടുള്ളത് ഫാമിലി ആയിട്ടും പിന്നെ സുഹൃത്തുക്കളായിട്ടൊക്കെയാണ്. പക്ഷേ സോളോ ട്രിപ്പ് വരുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും സ്വതന്ത്രനാണ്. എവിടേക്കും പോകാം, എവിടെയും ഷൂട്ട് ചെയ്യാം. ഒരു ടൈം ബാരിയർ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ശരി, ഇനി ഈ സ്ഥലത്തെക്കുറിച്ച് പറയാം. വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇവിടം കണ്ണൻ ദേവൻ തേയില കമ്പനിയുടെ ഗെയിം റിസർവായ സ്ഥലമായിരുന്നു രാജമല. 1971 ഈ സ്ഥലം കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാവുന്നത്. അതിനും ശേഷം 1975 ഇരവികുളം രാജമല വന്യജീവി സങ്കേതം എന്ന് സ്ലേബിലേക്ക് ഉയർത്തി. നീലഗിരി വരയാടുകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. 1978 ഇവിടെ ദേശീയ ഉദ്യാനത്തിൻ്റെ ഭാഗമായി മാറി. ഇനി ഇവിടെ ഉണ്ടായ ഒരു ദുരന്തത്തിനെ കുറിച്ച് കൂടി പറയാതെ പോകുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. രാജമലയിലെ പെട്ടിമുടിയിൽ 6 ഓഗസ്റ്റ് 2020 ഉരുൾപൊട്ടലിൽ 66 പേർ മരണമടഞ്ഞ സംഭവമാണ് പെട്ടിമുടി ദുരന്തം. കണ്ണൻ ദേവൻ ഹിൽസ് പ്ലാന്റേഷനിലെ തൊഴിലാളികൾ താമസിച്ചിരുന്ന സ്ഥലമാണ് തകർന്നത്. കനത്ത മഴയും മൂടൽമഞ്ഞും രക്ഷാപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി. ഇരവികുളം ദേശീയ ഉദ്യാനത്തിൻ്റെ അതിർത്തിയിൽ നിന്നും വൻ ശബ്ദത്തോടെ പൊട്ടിപ്പുറപ്പെട്ട ഉരുൾ 2 കിലോമീറ്റർ താഴെയുള്ള തൊഴിലാളികളെ തകർത്തെറിഞ്ഞ് പെട്ടിമുടി പുഴയിലേക്ക് പതിച്ചു. ഉറക്കത്തിലായതിനാൽ ആളുകൾ ഭൂരിപക്ഷത്തിനും രക്ഷപ്പെടാനായില്ല. വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിരുന്നു. ദുരന്തം പുറംലോകമറിയാൻ വൈകി. റോഡിലെ പാലം ഒലിച്ചു പോയതിനാൽ രക്ഷാപ്രവർത്തകർക്ക് യഥാസമയം എത്താൻ കഴിഞ്ഞില്ല. എല്ലാം നിയന്ത്രിക്കാനുള്ള കഴിവൊന്നും മനുഷ്യനില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സത്യത്തിൽ ഓരോ ദുരന്തവും നമ്മൾക്കും നമ്മെ ഭരിക്കുന്നവർക്കും ചില പാഠങ്ങൾ തരുന്നുണ്ട്. ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെയും ഭരണകർത്താക്കളുടെയും അശ്രദ്ധ കാരണമാവരുത് ദുരന്തങ്ങൾ. അല്ലാതെ സംഭവിക്കുന്ന വിധിയാണ്. ശരി, ഇനി 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി ഇരവികുളം പാർക്കിൽ സമൃദ്ധമായി വളരുന്നു. പക്ഷേ 12 വർഷത്തിലൊരിക്കലാണ് ഇത് പൂക്കുന്നത് എന്നുള്ളതുകൊണ്ട് 2018 അവസാനമായി നീലക്കുറിഞ്ഞി പൂത്തത്. ഇനിയിപ്പോൾ 2030 നീലക്കുറിഞ്ഞി പൂക്കുന്നത്. അത് കാണാനുള്ള യോഗം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
എന്തായാലും ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഒരു എൻഡ് പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്നോട്ട് നമുക്ക് പെർമിഷൻ ഇല്ല. ഇതിൻ്റെ മുന്നോട്ട് ഒരുപാട് ഏക്കർ കണക്കിന് ഭൂമിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അവിടേക്ക് നമുക്ക് സാധാരണക്കാർക്ക് പ്രവേശനമില്ല. അതോറിറ്റിയിൽപ്പെട്ട ആളുകൾക്കാണ് പ്രവേശനമുള്ളത്. 5 മണിയാണ് ഈ പാർക്കിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ക്ലോസ് ചെയ്യും. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബസ് പാർക്കിംഗ് സ്ഥലത്ത് ചെന്നാൽ വീണ്ടും നമ്മളെ എവിടെ നിന്നാണ് പിക്കപ്പ് ചെയ്ത് അവിടെ തന്നെ കൊണ്ട് ഇറക്കി വിടുന്നതായിരിക്കും. ഞാൻ വ്ളോഗിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞതാണ്, ഒരു ഐഡിയ ഇല്ലാതെ വന്നതുകൊണ്ട് എവിടെ ഷൂട്ട് ചെയ്യണം, എവിടെ വ്ളോഗ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഒന്നും സത്യത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു ദിവസത്തെ ഒരു വർക്കാണ് ഏകദേശം. കാരണം ഞാനിവിടെ എത്തുന്നത് 2 മണിക്കാണ്. അത് കഴിഞ്ഞ് 6-6:30 വരെ ഓൾറെഡി എല്ലാ സ്ഥലങ്ങളിലും ഷൂട്ട് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായി. ഇരവികുളം നാഷണൽ പാർക്ക് നല്ല അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ ഫാമിലി ആയിട്ടോ സോളോ ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഈ പാർക്കിനുള്ളിൽ തന്നെ ഉണ്ട്. സോ മുമ്പത്തെ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റിലൂടെ അറിയിക്കാം. സോ അടുത്ത ഒരു സോളോ ട്രിപ്പുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇവിടെ തീരുന്നില്ല, ഞാൻ ഒരുപാട് ഫൂട്ടേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി മ്യൂസിക്കലി നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ അടുത്ത ഒരു ട്രാവൽ വ്ലോഗുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.